നൗസോ പറയടാ പറ അന്നെ ഇടക്കിടക്കൊന്നും കിട്ടുകഴിഞ്ഞാലൊരു പൊറുതിയടാ. എൻ്റെ ആൾക്കാരിങ്ങനെ ഇടക്കിടക്ക് വിളിച്ചിട്ടുണ്ടേ. എൻ്റെ ആൾക്കാരിങ്ങനെ ഇടക്കിടക്ക് വിളിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെ തൊള്ളി തോന്നിയ പറയാ അറിയിച്ച്. അപ്പോൾ നമ്മൾ ഇതിൽ റെക്കോർഡുണ്ട്. ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ചീപ്പ് വാക്കുകളാണ് പറയണത്. നല്ല നല്ല അച്ചടക്കമുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഏതായാലും ഇജ്ജൊന്ന് പറയാം. സ്വഹാബത്തിന്റെ വഴി. സ്വഹാബി എന്ന് പറഞ്ഞാൽ തന്നെ സഹവാസമാണ്. സ്വഹാബി എന്ന് പറഞ്ഞാൽ തന്നെ സഹവാസമാണ്. അത്രയും ക്ലിയർ ആയിട്ട് സംസാരിക്കണ്ടോ പക്ഷെ അത് കേട്ടോളി. ആ സഹവാസത്തിന്റെ വഴിയിൽ എ പി ഉസ്താദ് സുൽത്താനുൽ ഉലമ അതാ മടവൂർ ശൈഖുനായുടെ മുമ്പിൽ ഇരിക്കുന്നു. അവിടുത്തെ നിർദ്ദേശം സ്വീകരിക്കുന്നു. സുൽത്താനുൽ ഉലമ മടവൂർ ശൈഖിന്റെ മുന്നിലിരിക്കുന്നു. അവിടുത്തെ നിർദ്ദേശം സ്വീകരിക്കുന്നു. അവിടുത്തെ എല്ലാം ആകുന്നു. അതിന് യാതൊരു തർക്കമല്ല നൗഷാദേ. ഇന്ന് മഹാനായ മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഒരു മുരീദ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് മനസ്സിലായിക്കോ. ഇജ്ജ് പറഞ്ഞതാണ് സത്യം. മഹാനായ മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഒരു മുരീദ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് സുൽത്താനുൽ ഉലമ കാന്തപുരം AP ഉസ്താദ് അവറുകൾ മാത്രമാണ്. അത് മനസ്സിലായിക്കോ. ഉസ്താദല്ലാതെ വേറൊരാളില്ല. ഉസ്താദാണ് ഇന്ന് മടവൂരിൻ്റെ ശരിക്കൊരു മുരീദ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നുള്ളത്. മറ്റേതൊക്കെ കള്ളന്മാരാ, കുറേ കള്ളന്മാരുണ്ട്, വേറെ ആൾക്കാരുണ്ടാവാം. അതുകൊണ്ടാണ് മടവൂർ ശൈഖുനയുടെ മുരീദാണ് മഹാനായ സുൽത്താനുൽ ഉലമ. അതുകൊണ്ടാണ് ഇന്ന് ഒരു ഔലിയ ഉണ്ടെങ്കിൽ ആ ഔലിയാണ് ആര്? ഒരു വലിയ ഉണ്ടെങ്കിൽ ആ വലിയാണ് ആര്? മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ. ഇന്നത്തെ ഒരു വലിയാണ്. ഇന്നത്തെ ഒരു അസ്ഹാബുൽ വഖത്താണ് മഹാനായ കാന്തപുരം ഉസ്താദ്. വേറെ ഏതെങ്കിലും ഊപ്പ ആൾക്കാരെ കൊടുന്നുകാണ്ടല്ല അസ്ഹാബുൽ വഖത്ത് ആക്കേണ്ടത്. ഉഷാദേ, എനിക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കൊക്കെ നല്ലോണം അറിയുന്ന ഒരാളാണല്ലോ. ഏതോ ഒരു ഗ്ലോബൽ വില്ലേജിൽ കൂടിയും ഏതോ കാട്ടുകൂടി ഏതോ അതിലിതിലൊക്കെ നടക്കുന്ന ആൾക്കാരെ കൊടുന്നിട്ടല്ല എന്ത് ചെയ്യേണ്ടത്? അസ്ഹാബുൽ വഖത്ത് ആക്കേണ്ടത്. അസ്ഹാബുൽ വഖത്ത് എന്ന് പറഞ്ഞ ആൾ ഇന്ന് കാന്തപുരം ഉസ്താദ് അവറുകളാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നൊരു അസ്ഹാബുൽ വഖത്താണെങ്കിലും ഒരു മുറബ്ബിയായ ഷെയ്ഖ് ഉണ്ടെങ്കിൽ അത് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് മാത്രമാണ്. ആ ഉസ്താദിനെ സംബന്ധിച്ചാണ് ഇപ്പച്ച് പറഞ്ഞത്. ആ ഉസ്താദ് മഹാനായ മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മുന്നിൽ പോയി ഇരിക്കുകയും അവിടുന്ന് തെർബിയത്ത് വാങ്ങിയതും കാര്യങ്ങളൊക്കെയാണ് ഇപ്പച്ചി പറഞ്ഞത്. ഇനി ഓൻ അതിനെ കുറ്റപ്പെടുത്തിയാണ്ട് ഓൻ തന്നെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കുക നമുക്ക്. അദ്ദേഹത്തിന്റെ രണ്ടനുഭവം ആദ്യം പറഞ്ഞു. എല്ലായിടത്തും പറയുന്ന രണ്ടനുഭവം. ഒന്ന് വിയർപ്പ് മാറിയതും വേറൊന്നുണ്ടാ ഊടൂര് വാദപ്രതിവാദം. ഇത് രണ്ടോളം എല്ലായിടത്തും ഉണ്ടാകുക, വേറൊരു സാധനവും ഇല്ല. AP ഉസ്താദാണ് ഈ പറയുന്നത് അദ്ദേഹത്തിന് രണ്ടനുഭവം ഉണ്ടായത് എന്ന്. AP ഉസ്താദിന് മടവൂർ CM വലിയുള്ളാഹിയിൽ നിന്നുണ്ടായ അനുഭവം കൂടൂര് സംവാദവും വിയർപ്പ് മാറിയതും. ഓക്കെ, രണ്ടനുഭവം എല്ലായിടത്തും ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, രണ്ടനുഭവം. എന്നാൽ ഇതേമാതിരി ഒരനുഭവം എങ്കിലും എൻ്റെ ആളുകൾക്ക് പറയാൻ സാധിക്കുമോ? ഇങ്ങനെ രണ്ടനുഭവം. കോടൂര് വാദപ്രതിവാദം വിജയിച്ചു. ഓക്കെ, അതൊന്ന്. വിയർപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ് വിയർപ്പില്ലാതെയായി. രണ്ട്. ഈ രണ്ടനുഭവമാണ് എല്ലായിടത്തും പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടാണല്ലോ കൊച്ചാക്കിയത്. ആദ്യം സംഭവമാക്കിയെങ്കിലും പിന്നീട് കൊച്ചാക്കിയത്. ആയിക്കോട്ടെ. എന്നാൽ ഇതേമാതിരി ഒരൊറ്റ അനുഭവം പറയാൻ, നോണ ഉണ്ടാക്കിയാണ്ടല്ല പറയേണ്ടത്, സത്യമായിട്ട് ഒരൊറ്റ അനുഭവം പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു അനുഭവം എൻ്റെ കോമാട്ട് ചാലിൽ അദ്ദൂനാണ്. അദ്ദൂന് ഉണ്ടാവില്ല, കാരണം അദ്ദു 83-ലാണ് അവൻ്റെ ജനനം തന്നെ. പിന്നെ ഇപ്പോൾ ഇവിടെ 36-37 കൊല്ലം മടവൂര് CM വലിയുള്ളാഹി വഫാത്തായി പോയിട്ട് തന്നെ. അപ്പോൾ ഓനെ ശരിക്കും 6 വയസ്സ് 5 വയസ്സേ ഒക്കെ ഉണ്ടാവുള്ളൂ. ഓൻ്റെതാണ് നിൽക്കട്ടെ. മീനങ്ങാടി സുലൈമാനെ കിടക്കുക നമുക്ക്. സുലൈമാനെ ആട്ടി വിട്ടിട്ടില്ല അവിടുന്ന്. മീനങ്ങാടി സുലൈമാനെ മഹാനായ മടവൂർ CM വലിയുള്ളാഹി ആട്ടിത്തച്ചതല്ലേ. ആ ആട്ടിത്തച്ച വിവരം അറിഞ്ഞിട്ടാണ് മടവൂർ CM വലിയുള്ളാഹി അങ്ങനെ ആട്ടിത്തച്ചിക്കണമെന്നുള്ള വിവരം അറിഞ്ഞിട്ടാണ്
മടവൂരിൻ്റെ ഉസ്താദായ ഷംസുൽ ഉലമ ഈ വിവരം അറിഞ്ഞപ്പോൾ ഷംസുൽ ഉലമി ആട്ടിവിട്ടത്. മീനങ്ങാടി സുലൈമാനെ ഷംസുൽ ഉലമയും ആട്ടിവിട്ടു. ചുരുക്കത്തിൽ മീനങ്ങാടി സുലൈമാനെ മടവൂർ CM വലിയുള്ളാഹി ആട്ടിവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഷംസുൽ ഉലമ EK ഉസ്താദും ആട്ടിവിട്ടിട്ടുണ്ട്, ആട്ടി തച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ അനുഭവം അവനുള്ളത്? ഒരനുഭവം ഓന് പറയാനല്ല, ഓനൊരു അനുഭവവും പറയാനല്ല. മനസ്സിലായില്ലേ? ആ സമയത്ത് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനേക്ക് രണ്ടനുഭവം പറയാല്ലേ? ആയിക്കോട്ടെ, ആ രണ്ടനുഭവം പറയാല്ലേ? വേറെ ആർക്കും ഒരു അനുഭവം പറയാനല്ലോ മടവൂരിൽ നിന്നുള്ളത്. അപ്പം മടവൂരിൻ്റെ പ്രധാന മുരീദ് ആരാണ്? മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ തന്നെയാണ്. ഇന്നത്തെ ഒരു പിന്നെ അസ്ഹാബുൽ വഖത്ത് ആരാണ്? സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ തന്നെയാണ്. പൊന്നാര നൗഷാദേ, നൗഷോ, അതിന്റെ അർത്ഥം തന്നെ എന്താ? സുഹബത്ത് കിട്ടിയിട്ടില്ല. കേട്ടില്ല നിങ്ങള്? സുഹബത്ത് കിട്ടിയിട്ടില്ല കാന്തപുരം ഉസ്താദിന്. ആദ്യം കിട്ടിയിരിക്കണ അറിയാം, പിന്നെ കിട്ടിയിട്ടില്ല. ഇതൊക്കെ വിശ്വസിക്കാൻ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ മുരീദന്മാരെ തന്നെ പറ്റുള്ളൂ. മഹാനരായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ഏത് വിഷയത്തിനും തീരുമാനമെടുക്കാനും തന്റെ വിഷയങ്ങൾക്ക് അന്തിമമായ തീർപ്പ് കൽപ്പിക്കാനും ഏത് വിഷയത്തിൽ ഇറങ്ങുന്നുണ്ടോ സമ്മതം ചോദിക്കാനും ആശീർവാദം തേടിപ്പോയിരുന്ന ഹളറത്തേതാ ശൈഖുൽ മശായിഖ് മടവൂരി ശൈഖുനായുടെ ഹളറത്തിലെത്തുന്നു. ശൈഖുനായുമായി ബന്ധം പുലർത്തി. ആ ബന്ധം അവിടത്തെ വഫാത്ത് വരെ അവിടുന്ന് തുടർത്തിപ്പോന്നു. ആ പറഞ്ഞത് സത്യമാണ്. ഈ പറഞ്ഞ രൂപത്തിലുള്ള സത്യങ്ങൾ വിളിച്ച് പറയണെന്ന് വെച്ചാൽ നമ്മൾ സത്യം ഏത് കൈത പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുകയെ. അതിൽ തിരിച്ച് കൈതയാണെന്നല്ല കേട്ടോ. എന്നാൽ ഞാൻ അല്ലാന്നും അല്ല. ഈ കൈതയാണെന്ന് പറഞ്ഞപ്പോൾ കൈത അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അല്ലാന്ന് പറയണ്ട. അല്ലാന്നും അല്ല, അതുമാണല്ലോ പണ്ട് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞ മാതിരി. അപ്പോൾ ഈ പറഞ്ഞതാണ് സത്യം. എല്ലാ വിഷയങ്ങൾക്കും മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ മടവൂർ CM വലിയുള്ളാഹിയെ തന്നെ കണ്ടിരുന്നത്. മടവൂർ CM വലിയുള്ളാഹി തന്നെയാണ് ഇനി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഏത് വിഷയത്തിലാവട്ടെ, സമസ്തൻ്റെ വിഷയത്തിലാവട്ടെ, സംഘടന വിഷയത്തിലാവട്ടെ, സ്വന്തം കാര്യത്തിലാവട്ടെ, ഒരു സാധനങ്ങൾ വാങ്ങുന്ന വിഷയത്തിലാവട്ടെ, ഏത് കാര്യങ്ങളിലാണെങ്കിലും എത്രത്തിൽ സ്വന്തം ശരീരത്തിലുള്ള വിയർപ്പ് വരെ നിയന്ത്രിച്ചിരുന്നത് മഹാനായ മടവൂർ CM വലിയുള്ളാഹിയാണ്. അതുകൊണ്ടല്ലേ ശരീരാകെ വിയർക്കുന്നുണ്ട് എന്ന് മടവൂർ CM വലിയുള്ളാഹിനോട് കാന്തപുരം ഉസ്താദ് പോയി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തല വിയർക്കണ്ടായിരുന്നു. അതിനുശേഷം ഇക്കാലം വരെ തല വിയർത്തിട്ടില്ല എന്നാണ്. അത് മഹാനായ മടവൂർ CM വലിയുള്ളാഹിൻ്റെ ഒരു കറാമത്തായി സുൽത്താനുൽ ഉലമ പറയാറുണ്ട്. അത് പറയലുമുണ്ട്. നൗഷാദ് പ്രത്യേകിച്ച് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നൗഷാദ് എന്ത് ചെയ്തു? സുൽത്താനുൽ ഉലമയെ അംഗീകരിക്കാൻ അവനക്ക് ഗതിയെടുപ്പോൾ ഇപ്പോൾ അവൻ അംഗീകരിക്കാനൊക്കെ എതിര്. അല്ലാത്ത വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓനിപ്പോൾ ഇതിൻ്റെ സത്യം ഹക്കും ബാത്തിലും ഒക്കെ ഓനെ ശരിക്കറിയാം. എല്ലാവരെക്കാളും അറിയാം. നല്ല ബുദ്ധിയുള്ള ഞാൻ കയ്യല്ലേ. ചെക്കൻ നല്ല ബുദ്ധിയുള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ പണ്ട് മൊല്ലാക്കാരൻ്റെ മാതിരിയേ ചാറൊക്കെ നന്നു. പക്ഷെ എനിക്ക് വാരണ്ടായിരുന്നു അന്നമായിരിക്കത്തെ സാധന. ഓൻ്റെ വാക്കുകൾ ഇപ്പം കേൾക്കാൻ പറ്റൂല. പണ്ടത്തെ മാതിരിയല്ല, ഇപ്പോൾ ഓൻ്റെ കേൾക്കാൻ പറ്റൂല. ഇപ്പോൾ ഓനെന്താണെന്ന് വെച്ചാൽ രാവിലെ പറഞ്ഞ് ഉച്ചക്കറിയില്ല, ഉച്ചക്കറിന് വൈകുന്നേരം പറയില്ല. അങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇപ്പോൾ കുഞ്ഞേമ എത്ര തെറിയൂരാണെങ്കിലും ഇപ്പോൾ ഓനീ പറഞ്ഞത് സത്യമാണ്. കാര്യം കൈത പറഞ്ഞാലും കേൾക്കണമെന്നാണല്ലോ ഇപ്പോൾ ഓൻ പറഞ്ഞത് കാര്യമാണ്. അന്ന മാതിരിക്കത്തെ കാര്യം പറയടോ. അത് അതാണ് പറഞ്ഞത്. ഇക്കാലഘട്ടത്തിലെ ഷെയ്ഖ് ആരാണ്? മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളാണ്. അത് അസ്ഹാബുൽ വഖത്താണ്. അസ്ഹാബുൽ വഖത്ത് മാത്രമല്ല, ഔലിയാണ്. ഇന്നത്തെ ഔലിയ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ തന്നെയാകുന്നു. അതന്നെ മറുപടി. അത് മഹാനായ മടവൂർ CM വലിയുള്ളാഹിൻ്റെ പ്രധാന മുരീദാണ്. പ്രധാന മുരീദന്മാരിൽ ഒരാളെ ജീവിച്ചിരിപ്പുള്ളത് കാന്തപുരം ഉസ്താദാണ്.